അഭിഷേകിന്റെ അച്ഛൻ കൊള്ളാം കേട്ടോ. പൂഞ്ഞാറാശാന്റെ ലുക്ക് സൗണ്ടും ഒക്കെ ആണെങ്കിലും വിളിച്ചു പറയുന്നത് എല്ലാം സത്യങ്ങളാണ്. കുറച്ചു നേരം മുമ്പ് പുള്ളി ജാസ്മിന് വെള്ളം അലർജി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ജാസ്മിൻ കുളിക്കാറുണ്ടോന്നും പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ജാസ്മിനെ കുറിച്ച് കൗതുകത്തിൽ ചോദിക്കുന്നത് കേട്ടു. പിന്നെ ഇപ്പൊ നോറയുടെ ഗസ്റ്റേഴ്സ്, നോറ 2 സെന്റൻസ് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് 10 ട്രിപ്പ് കൈയിണക്കം കഴിയുമെന്ന് രസകരമായ രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. അതുപോലെ ജാസ്മിനും ജിൻഡോയും ജയിലിൽ കിടന്നപ്പോ ജാസ്മിൻ ബഹളം വെച്ചതും പിന്നെ ജിൻഡോ കിടന്ന് ഉറങ്ങിയതും ഒക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു രാത്രി സമയത്തെ ആ ഒരു അങ്കമെട്ടെല്ലാം പുള്ളി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ജിൻഡോ അവിടെ നിന്ന് ചായ ഉണ്ടാക്കിയിട്ടിരിക്കുവായിരുന്നു. എല്ലാവർക്കും കിച്ചണിൽ നിൽക്കാനാണോ ജിൻഡോയ്ക്ക് ഇഷ്ടമെന്ന് അഭിഷേകിന്റെ അച്ഛൻ അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട്. രസകരമായി എല്ലാരെയും ആക്കുന്ന ഒരു ആളാണെന്ന് തോന്നുന്നു അഭിഷേകിന്റെ അച്ഛൻ. അഭിഷേകിന്റെ ഹ്യൂമർ സെൻസും ആ ഒരു സാർക്കാസവും എവിടെ നിന്നാണ് കിട്ടിയതെന്ന് മനസ്സിലായി. പിന്നെ ജിൻഡോ ചായ കൊണ്ടുപോയി കൊടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അഭിഷേകിന്റെ അച്ഛന്റെ അടുത്ത്. ജാസ്മിൻ എണീറ്റ് പോകുന്നുണ്ട്. ആ സമയത്ത് അഭിഷേകിന്റെ അച്ഛൻ ജിൻഡോയോട് പറയുന്നുണ്ട്, സായിയും ജിൻഡോയുമാണ് ഇവിടുത്തെ മികച്ച പ്ലെയേഴ്സ് എന്ന്. അത് വളരെ ലോ വോയിസിലാണ് പുള്ളി പറയുന്നത്. സായി ഇൻഡിവിജ്വൽ ആയിട്ടല്ല സായിയുടെ പേര് പറഞ്ഞത്. അഭിഷേകിന് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് സായിയുടെ പേര് അഭിഷേകിന്റെ അച്ഛൻ പറഞ്ഞത്. എപ്പോഴും മക്കളുടെ കൂടെ നിൽക്കുന്നവരെയാണല്ലോ അപ്പനമ്മമാർക്ക് ഇഷ്ടം. ജിൻഡോയെ മികച്ച പ്ലെയർ എന്ന് വിളിച്ചതാണ് സത്യം. ഈ ഒരു കാര്യം മാത്രമല്ല, ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അഭിഷേകിന്റെ അച്ഛനും ജിൻഡോയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഡിസ്കിനും ബാക്കിനും ഒക്കെ കംപ്ലൈന്റ് ആവുന്നതും അങ്ങനെ കുറെ ലൂസ് ടോക്സ് നടത്തുന്നുണ്ട്. അപ്പം ജിൻഡോയെ മികച്ച പ്ലെയർ എന്ന് വിളിച്ചതിൽ വലിയ അത്ഭുതപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. പുറത്തുനിന്ന് വന്നവരെല്ലാവരും ജിൻഡോയെ മികച്ച പ്ലെയർ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്, പൊക്കി അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കേൾക്കാൻ മേലാഞ്ഞിട്ടായിരിക്കും ജാസ്മിൻ എണീറ്റ് പോയത്. പക്ഷെ ജിൻഡോയുടെ ഇൻഡിവിജ്വൽ ഗെയിം കൊണ്ട് മാത്രമാണ് ജിൻഡോ എപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത്. പട്ടപൂജ്യത്തിലാണ് ജിൻഡോ കയറി പോയത്. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവരുടെയും ഫാമിലീസ് മനസ്സിലാക്കുന്നുണ്ട്, അത് അവർ പറയുന്നുമുണ്ട്. അതാണ് വലിയ അത്ഭുതപ്പെടാനുള്ള കേസൊന്നും ഇല്ല. ഇപ്പോൾ ലൈവിനകത്ത് കഥ പറച്ചിൽ സെഷനാണ്. സിജോയുടെ പേരൻസ് ആണ് സംസാരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.